പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രവാദി എന്ന് സ്വയം പറഞ്ഞിരുന്ന ആൾ പ്രൗഡ് BJP, പ്രൗഡ് RSS, പ്രൗഡ് സയനിസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നീട് നമുക്ക് അവരങ്ങനെ ആണല്ലോ വേണ്ടത്. സ്വതന്ത്രവാദിയോ അല്ലെങ്കിൽ യുക്തിവാദിയോ ഒന്നും അല്ല എന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോ ഈ ആളുടെ ഒരു പ്രസ്താവനയല്ല, ഒരു പരിപാടി, ഒരു കോയ കോളിംഗ് എന്ന് പുറകിൽ ബോർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഗ്രാമില് ഇദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിലുണ്ട് മക്കളെ വിവാഹം ചെയ്തതിന് കുഴപ്പമില്ല, സ്വന്തം മക്കളെ വിവാഹം ചെയ്തതിന് കുഴപ്പമില്ല എന്ന്. അപ്പൊ അവിടെയുള്ള കക്ഷി പറയുന്നുണ്ട്, നിങ്ങൾ തെളിവ് കാണിക്കൂ, ഖുർആനിൽ നിന്ന് കാണിക്കുന്നു. അപ്പൊ ഇയാൾ കുറെ തിരയുന്നു, ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖുർആന്റെ ആയത്തൊന്നും അയാൾ കാണാതെ അയാളോട് ഇറങ്ങിപ്പോരുക ചെയ്യുന്നു. ഇത് ബേസിക്കലി ചെയ്യുന്ന ഇയാൾക്കറിയാം അത് ഖുർആനിലൊന്നും ഇല്ല എന്നൊക്കെ ഇയാൾക്കറിയാം. പക്ഷെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ എല്ലാവരും ഒന്ന് മുണ്ട് പൊക്കുന്നതാല് അതിനിപ്പോ എങ്ങനെയാണെങ്കിലും അയാളെ ശ്രദ്ധിക്കും, അയാളെ കുറെ ഫോട്ടോ എടുക്കും, അയാളെ മുണ്ട് പൊക്കുന്നതിന് അഭിപ്രായം പറയാൻ രണ്ടുപേരുണ്ടാവും. ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഈ പ്രൗഡാവാൻ എന്താണ് ഈ BJPയിലും RSSലും സയൻസത്തിലും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഇതിലെന്താ പ്രൗഢാവുള്ളത്? മനുഷ്യർക്ക് യുക്തിബോധം വളർത്തുക എന്ന് നമ്മുടെ അടിസ്ഥാനപരമായ മൌലികമായ നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യത്തിനാണെങ്കിലും യുക്തിബോധം വളർത്തേണ്ടതുണ്ട്. അന്ധമായ വിശ്വാസങ്ങളെ എതിർക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാത്ത കാലമാണിപ്പോൾ. അതൊക്കെ ചെയ്യേണ്ടതുണ്ട്, മനുഷ്യർ ചെയ്യേണ്ടതാണ്. അത് അവരുടെ അളവിൽ നിന്നുകൊണ്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ. മതസംഘടനകളൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതങ്ങൾ തന്നെ ആശയപരമായി മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മനുഷ്യർ സംസാരിക്കേണ്ടതുണ്ട്, അതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. അതിനെതിരെ സംസാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇത്തരം ആളുകൾ ഇത്രയും ആളുകളുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. ഇവര് ഒരു 100 കൊല്ലം ചെയ്യുന്ന പണി ഇവരൊരു കൊല്ലം കൊണ്ട് ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. ഇവിടെ യുക്തിബോധം വളർത്തുകയും മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ മതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മനുഷ്യർക്ക് വിരുദ്ധമായ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെതിരെ സംസാരിക്കുകയും ചെയ്യാൻ ആളുകൾ ഉയർന്നു വരുമ്പോൾ ഇത്തരം ആളുകൾ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഖുർആനെ പോലൊരു ഗ്രന്ഥത്തിനകത്ത് മകളെ വിവാഹം ചെയ്യാമെന്നുണ്ടെന്ന്? അപ്പോ എന്നിട്ട് പിന്നീട് ഓരോരുത്തർ കൊണ്ടുവരുന്നത് പഴയ മുത്തുച്ചിപ്പിയിലുണ്ട് എന്നൊക്കെയാണ്. ഇതല്ലല്ലോ ഒരു അടിസ്ഥാനപരമായി. ഇപ്പൊ നമ്മുടെ പൊന്നാനി ഇറങ്ങിയൊരു പുസ്തകത്തിലുണ്ട്, അത്രേ ഉണ്ട് ഒരു പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മക്കളെ എന്ന് പറഞ്ഞാൽ അവനവന്റെ ലെജിബിൾ ആയിട്ട് കല്യാണം കഴിച്ചവരാണ് മക്കള്, അല്ലാത്തവരൊന്നും മക്കളെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്നും നിർദ്ധരിച്ചെടുത്തുകൊണ്ടാണ് പറയുന്നത് മക്കളെ വിവാഹിക്കുന്നത് ഖുർആനിലുണ്ട്. എവിടെ ഖുർആനിലുള്ളത്? അപ്പൊ ഇത്തരം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നാവടക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവർ പറയുമ്പോൾ ഉടനെ തന്നെ ഉദ്ധരിക്കുന്നത് ഇത്തരം ആളുകളുടെ വർത്താനങ്ങളാണ്. അപ്പൊ ഇത് സത്യത്തില് ഈ മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ട മനുഷ്യന്റെ ആവശ്യമാണ്. പക്ഷേ അത് പണത്തിനു വേണ്ടി, ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ സംഘികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ പണത്തിന് വേണ്ടി, യൂട്യൂബിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഇത്തരം ആളുകൾ അത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യബോധത്തെയും മനുഷ്യരുടെ യുക്തിബോധത്തെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രയത്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ യുക്തിബോധം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള വ്യാജങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.